നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴെ കിഴി റിയാക്ഷനാണ് ഭ്രമയുഗം, ദ ഏജ് ഓഫ് മാഡ്നസ്. സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും വേറൊരു ഇഷ്യൂ ഉണ്ട്. അതായത് രാഹുൽ സദാശിവനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു FM എന്തോ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമ കുഞ്ചമൻ പോറ്റിയുടെ കഥയല്ല, ഇത് ഒരു ഫിക്ഷൻ മൂവിയാണ്. അന്ന് അത് എടുത്തു പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് എന്തോ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു പറയുന്നു എന്നുള്ളത്. അതെ, ഒരു ചോദ്യം അങ്ങോട്ട് ചെന്നിട്ടോ കാരണം ഇത് ഭയങ്കര ചർച്ചയായിട്ട് നടക്കുവായിരുന്നു. ഈ കുഞ്ചമൻ ഇല്ലത്തെ കുറിച്ചും അയാൾ മാന്ത്രികനായിരുന്നു, അപ്പം അതിന്റെ സ്റ്റോറി തന്നെയാണ് എന്നുള്ള രീതിയിലൊക്കെ ചർച്ച വന്നുകൊണ്ടാണ് ആ ചോദ്യം ചെന്നത്. ചോദ്യം ചെന്നപ്പോൾ തന്നെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവമല്ല, ഇതൊരു ഫിക്ഷൻ മൂവിയാണ് എന്നുള്ളത്. അതെ, ജീവിച്ചിരിക്കുന്നവരുമായിട്ടോ അല്ലെങ്കിൽ ജീവിച്ചിരുന്നവരുമായിട്ടോ ഒരു ബന്ധമില്ല എന്നുള്ളത്. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ്, കുഞ്ചമൻ ഇല്ലക്കാർ ഈ സിനിമക്കെതിരെ ഒരു ഹർജി പോയിട്ടുണ്ടെന്നുള്ളതാണ് ഹൈക്കോടതിയിൽ. എന്തായാലും അതിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ഓക്കെ. മമ്മൂട്ടിയുടെ ഭ്രമയുഗം റിലീസ് ചെയ്യാൻ 2 ദിവസം ബാക്കി നിൽക്കെ ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി കോട്ടയത്തെ പഞ്ചമൺ ഇല്ലക്കാർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഭ്രമയുഗത്തിൽ മമ്മൂട്ടി കുഞ്ചമൺ പോറ്റി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അതെ, അതാണ് അങ്ങനെ ആയിരുന്നു. അതെ. ഇനിയിപ്പോൾ ആ കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും കുഞ്ചമൻ പോറ്റി എന്നുള്ള രീതിയിലായിരുന്നു ഇതിൻ്റെ ഓഡിയോ, അതായത് ജോക്ക് ബോക്സ് വന്നപ്പോൾ അതിലെ ഒരു പ്രത്യേക തീം മ്യൂസിക് ഉണ്ടായിരുന്നു. ക്യാരക്ടർ നെയിം എന്നൊക്കെ പറയാം, അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് തന്നെ അത് പുറത്തുവിട്ടുണ്ട്, അതൊരു പോസ്റ്ററിലായാലും ഉണ്ട് കുഞ്ചമൻ പോറ്റി എന്നുള്ളത്. അതായത് മമ്മൂക്കേന്റെ ആ ക്യാരക്ടറിന് കൊടുക്കുന്ന തീം മ്യൂസിക് അതായിരുന്നു. അപ്പൊ അതെന്തായാലും കുഞ്ചമൻ പോറ്റി തന്നെ ആയിരിക്കുമല്ലോ, അങ്ങനെയായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ബാക്കി വായിക്കാം. പഞ്ചമൻ പോറ്റി എന്നത് ഞങ്ങളുടെ സ്ഥാനപ്പേരാണെന്നും ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ദുർമന്ത്രവാദം ചെയ്യുന്നതായി കാണിക്കുന്നത് തങ്ങളുടെ സൽപ്പേരിനെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്ന് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. പഞ്ചമൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് പഞ്ചമൻ എന്നുള്ളത് വീട്ടുപേര്, അവരുടെ സ്ഥാനപ്പേര്. അതായത് കുഞ്ചമൻ പോറ്റിക്ക് 2 പേരുണ്ടായിരുന്നു. ഐതിഹ്യമാലയിൽ ഏറ്റവും കൂടുതൽ കുഞ്ചമൻ പോറ്റി എന്നാണ് പറയുന്നത്. കുഞ്ചമൻ പോറ്റിയും എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ കുഞ്ചമൻ ആകെ കൺഫ്യൂഷൻ. അതിൽ ഈ കുഞ്ചമൻ പോറ്റി എന്നുള്ളതാണ് ഇതിൽ മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ പേര് എന്നുള്ളതായിരുന്നു അറിഞ്ഞത്. എന്തായാലും സീനാണ്. ഹർജിയിൽ കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോ സംവിധായകനോ തങ്ങളുടെ ഇല്ലപ്പേര് സിനിമയിൽ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ആരെയും ബന്ധപ്പെട്ടിട്ടില്ലെന്നും മമ്മൂട്ടിയെ പോലെ ഒരു നടൻ ചെയ്യുന്ന കഥാപാത്രം സമൂഹത്തിൽ ഒരുപാട് പേരെ സ്വാധീനിക്കുമെന്നും ഇത് ഞങ്ങളുടെ കുടുംബത്തിനെ മനഃപൂർവ്വം താറടിക്കുമോ എന്നും തറവാടിനെ മാനം കെടുത്തുമോ എന്നും ഭയപ്പെടുന്നുവെന്നും ഹർജിക്കാരൻ പറയുന്നു. സിനിമയിൽ കുടുംബത്തിന്റെ പേര് പരാമർശിക്കുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഹർജിയിൽ പറയുന്നു. അത്രേ ഉള്ളൂ. സിമ്പിളാണ്, ആവശ്യങ്ങൾ വളരെ സിമ്പിളാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൊടുത്തിരിക്കുന്ന സംഭവത്തിന്റെ ഒരു കുറെ അവരുടെ ഭാഗത്തുനിന്ന് ശരിയുണ്ടെന്ന് തന്നെ പറയണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുർമന്ത്രവാദം എന്നുള്ള സാധനം അല്ലായിരുന്നു അവർ ചെയ്തിട്ടുണ്ട്. അവർ ചാത്തൻ സേവ എന്ന് പറഞ്ഞ സംഭവമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമയിലേക്ക് വരുമ്പോൾ അത് ദുർമന്ത്രവാദം എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് പ്രചരിക്കുന്നത് ചിലപ്പോൾ ഡൗട്ട് കൊണ്ടായിരിക്കാം, സംശയം കൊണ്ടായിരിക്കും. എന്തായാലും പുറത്തു വന്നിട്ടില്ല, എങ്ങനെയാണ് എന്നുള്ളത് നമുക്കും അറിഞ്ഞൂടാ. അതായത് കുഞ്ചമൻ പോറ്റി എന്നുള്ള കഥാപാത്രത്തിനെ ഏത് രീതിയിലാണ് രാഹുൽ സദാശിവൻ ഒരുക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതിനു മുൻപാണല്ലോ സംഭവം വരിക. ഇത് സത്യമായിട്ടും ഇത് ഭയങ്കരമായ റൂമറുകൾ വന്നതിന് ശേഷം തന്നെ ആയിരിക്കും അവർക്കും ഇത് ഇങ്ങനത്തെ ആണല്ലോ ക്യാരക്ടർ, ഇങ്ങനെയാണല്ലോ മന്ത്രവാദമാണല്ലോ കാണിക്കുന്നത് എന്നതും അവർക്കും സംശയം തോന്നിയിട്ടായിരിക്കാം. അപ്പോൾ രാഹുൽ സദാശിവൻ പറഞ്ഞത് വെച്ച്, അതായത് ഇവരുടെ ഏത് ടീമും ഈ ഒരു ടീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അതായത് ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഫിക്ഷൻ സ്റ്റോറി തന്നെയാണ്. പക്ഷേ യാദൃശ്ചികമായിട്ട് അങ്ങനെ ഒരു പേര് വന്നതാവാം, അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡാപ്റ്റേഷൻ ആവാം. ചെറിയ ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടുണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരാളുടെ ഒരു ക്യാരക്ടറിന്റെ. ഇനി എന്താണെങ്കിലും ഇങ്ങനെ ഒരു ഹർജിയും കൂടി പോയ സ്ഥിതിക്ക് അതൊരു പ്രശ്നമാണ് തീർച്ചയായിട്ടും. അപ്പൊ മിക്കവാറും സിനിമയിൽ ഈ ക്യാരക്ടറിന്റെ പേര് മാറാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും മാറ്റേണ്ടത് നിർബന്ധമാവും. കാരണം കോടതിയിൽ നിന്ന് തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും അവർക്കത് മാറ്റൽ നിർബന്ധമായിരിക്കും. എന്തായാലും ബാക്കി വായിക്കാം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പഞ്ചമൺ ഇല്ലക്കാരെ പറ്റി പരാമർശിക്കുന്നുണ്ട്. പാരമ്പര്യമായി മന്ത്രവാദം ചെയ്യുന്നവരാണ് ഇവർ. ഈ പേരാണ് ഭ്രമയുഗത്തിന്റെ അണിയറ പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ഹർജിക്കാരൻ പറയുന്നത്. എന്നാൽ ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ദുബായിലെ ഹിറ്റ് FM 96.7 നൽകിയ
അഭിമുഖത്തിൽ സിനിമയിലെ കുഞ്ചമൻ പോറ്റിക്ക് ഐതിഹ്യമാലയുമായി ബന്ധമില്ല എന്ന് സംവിധായകൻ രാഹുൽ സദാശിവൻ പറഞ്ഞിരുന്നു. സംഭവം അത് പറഞ്ഞ കാര്യമാണ് നമ്മൾ അന്നും നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഭവം അന്ന് നമ്മളിത് ചൂണ്ടിക്കാണിച്ചാണ്. അതായത് കുഞ്ചമൻ പോറ്റി എന്നുള്ളത് ഇവരുടെ ജോക്ക് ബോക്സിൻ്റെ അതിൽ വെണ്ട കഷ്ടത്തിൽ എഴുതിയുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ നെയിം അതാണെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അത് ഇനി അങ്ങനെ അല്ല ഉദ്ദേശിച്ചെങ്കിലും ഒരുപാട് പേർക്ക് ഈ പേരുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാണ്ടൊക്കെ കാര്യങ്ങൾ, അതായത് ഒരു മന്ത്രവാദിയാണ്, അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ കുഞ്ചമൻ പോറ്റി എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടാവും എന്ന് നമുക്ക് പറയാം. പക്ഷെ കുഞ്ചമൻ പോറ്റി എന്ന് പറയുന്ന മന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്ന അതേ ആളെ അല്ലെങ്കിൽ ആ ഒരു സംഭവം എടുക്കുമ്പോൾ അത് ഒരാൾക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തില്. ഒരു കാര്യം പറയാം, ഈ കുഞ്ചമൻ പോറ്റിയാണ് ഈ ക്യാരക്ടർ നെയിം എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും എന്തുകൊണ്ടാണ് ഈ ഐതിഹ്യമാലയിലെ കുഞ്ചമൻ പോറ്റിയിലേക്ക് പോയത്? വേറെ കുഞ്ചമൻ പോറ്റി ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഒരുപാട് പേർക്ക് ഈ പേരുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി എന്നുള്ളത് ഉമ്മൻചാണ്ടിക്ക് തന്നെ ഉള്ളൂ. അതുപോലെ കുഞ്ചമൻ പോറ്റി എന്ന് പറഞ്ഞ ആള് ഇനി വേറെ ഉണ്ടെങ്കിൽ പോലും മന്ത്രവാദം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതാണ് എല്ലാരും അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഹൊറർ സിനിമയാണെന്ന് പറയുമ്പോൾ നേരെ അങ്ങോട്ട് പോകണം. അതുകൊണ്ട് തന്നെയാണ്. അപ്പം അതൊരു ഡൗട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതായത് മനസ്സിലാക്കേണ്ട കാര്യത്രേ ഉള്ളൂ, സിനിമ വരുമ്പോൾ കുഞ്ചമൻ പോറ്റി മാറും. അതിന് സാധ്യത ഉണ്ട്. അത് മാറിയില്ലെങ്കിൽ അത് അവരെ ഭയങ്കരമായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. അതെ, അങ്ങനെയാണെങ്കിൽ സിനിമ പുറത്തു വരില്ല. അതെ, അത് കോടതി ഉറപ്പായിട്ടും തടഞ്ഞിരിക്കും. കാരണം അത് ഹർജി പോയി നോട്ടീസും കോടതിയിൽ നിന്ന് പോയിട്ടുള്ള സംഭവം അതെന്തായാലും മാറ്റും. ഒന്നെങ്കിൽ ഈ ഫാമിലി ഓക്കെ കുഴപ്പമില്ല, അവർ സമ്മതിക്കണം. അത് ഇതിൽ ഓക്കെ അല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ കടുവ സിനിമ അല്ലേ, അതിൽ കടുവാക്കുന്നേൽ കുറുവാച്ചൻ എന്നുള്ള പേര് മാറിയിട്ട് പേരെന്തോ മാറ്റിയായിരുന്നല്ലോ. പേരെന്തോ വേറെന്തോ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ സിനിമയിൽ അതായത് കുറുപ്പിൽ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ആള് വേറെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ അതിന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനുള്ള അനുമതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇതെന്തായാലും അങ്ങനെ പെട്ടെന്നൊന്നും കൊടുക്കും തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെ പേടി തന്നെ അവർ പറയുന്നുണ്ട്. അതായത് അവരുടെ ഫാമിലിന്റെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാത്തൻ സേവയും മന്ത്രവാദമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ദുർമന്ത്രവാദം എന്നുള്ള സാധനം അതിനകത്ത് വരുന്നത് തന്നെ അവരുടെ വീടിന് തന്നെ ഒരു ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന സംഭവമാണ്. മോശമായൊരു പേരുണ്ടാക്കി കൊടുക്കും. അതെ, അത് ശരിയാണ്. അപ്പോൾ എന്തായാലും പേര് മാറ്റും. പിന്നെ ഉറപ്പായിട്ടും അതിനാണ് സാധ്യത. സിനിമേന്റെ പേര് മാറ്റുന്നല്ലോ കേട്ടോ. അങ്ങനെ മാറ്റുകയാണെങ്കിൽ പിന്നെ പാട്ടിലൊക്കെ ഉണ്ടോ കുഞ്ചമൻ പോറ്റി? ഇല്ല. ബിജിഎമ്മിലൊക്കെ പാട്ടിലൊക്കെ എന്ത് അങ്ങനത്തെ ഒരു സാധനം വരികളില് കുഞ്ചമൻ പോറ്റി ഇല്ല. എന്താണെങ്കിലും സംഭവം ചെറിയതായുള്ളൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും അത് അവർ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും വരാൻ പോകുന്നതെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. സെൻസറിങ് ഇതാക്കണം എന്നാണ് പറയുന്നത്, ക്യാൻസൽ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോ മാറ്റിയതിനു ശേഷം വീണ്ടും സെൻസറിങ് ചെയ്യണം. ഓക്കെ, അതല്ലാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം. അതായത് സെൻസറിങ് എന്തായാലും കഴിഞ്ഞു, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നു, ബുക്കിംഗ് വരെ തുടങ്ങി. അപ്പോൾ സെൻസറിങ് ആൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ പേര് ആൾറെഡി മാറ്റിയിട്ടുണ്ടാവേ. അതൊക്കെ എല്ലാം അതിന് മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പം നാളെ കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. എന്താണെങ്കിലും അതൊക്കെ മാറ്റി നല്ലൊരു ഗംഭീര സിനിമ, നല്ല ഗംഭീര ഒരു അനുഭവം നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. അതെ, ഇപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സിനിമയിൽ കുഞ്ചമൻ പോറ്റി എന്നുള്ള പേര് മാറ്റും, എന്നിട്ട് കുടമൻ പോറ്റി എന്നാക്കുന്നത്. ഇപ്പം ഇത്ര നേരം പറഞ്ഞതൊക്കെ വെറുതെ വേസ്റ്റ് ആയില്ല. സംഭവം തന്നെ സംഭവിച്ചു. അതെ, അതൊരു സത്യം. പേരങ്ങ് മാറ്റി. ഇനിയിപ്പോ സെൻസറിംഗിലല്ലേ ഇഷ്യൂ ഉണ്ടാവുക? സെൻസറിങ് ഒക്കെ ചിലപ്പോൾ ഓൾറെഡി പേരൊക്കെ മാറ്റിയതിന് ശേഷമായിരിക്കും സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പം ഇത് ന്യൂസ് ഇപ്പോഴായിരിക്കും പുറത്ത് വന്നതെന്നുള്ളൂ. ചിലപ്പോൾ കുറച്ച് മുന്നേ ഒക്കെ നോട്ടീസൊക്കെ എത്തിയിട്ടുണ്ടാവുകയെ. ന്യൂസ് ഇപ്പോഴായിരിക്കും പുറത്ത് വന്നതെന്നുള്ളൂ. എന്തായാലും പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അവര് ഇറക്കിയതിനകത്തൊക്കെ ഉള്ള പേരുകളൊക്കെ മാറ്റി എന്നാണ് കേൾക്കുന്നത്. യൂട്യൂബിൽ വരെ എഡിറ്റ് ചെയ്തെന്നുള്ളതാണ്. അടിപൊളി. ഓക്കെ, അപ്പൊ പോവാം.